യുദ്ധം വിജയിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കുമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാനാണ് യുക്രൈനിലേക്ക് ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചത്. ലോകരാജ്യങ്ങളിൽ ആധിപത്യം പുലർത്താനാണ് അമേരിക്കൻ നീക്കമെങ്കിൽ സ്വയം പ്രതിരോധിക്കാനാണ് റഷ്യ ശ്രമിക്കുന്നതെന്നും മന്ത്രി തുറന്നടിച്ചു. യുക്രൈനിലെ ഡിനിപ്രോയിലേക്ക് ഹൈപ്പർസോണിക് മിസൈലുകൾ റഷ്യ പ്രയോഗിച്ചത് കഴിഞ്ഞ മാസമാണ്. US, ഫ്രാൻസ് നിർമ്മിത മിസൈലുകൾ റഷ്യയിലേക്ക് പ്രയോഗിച്ചതിന് മറുപടിയായാണ് റഷ്യ മിസൈൽ പ്രയോഗം ന്യായീകരിച്ചത്. യുദ്ധം വിജയിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കുമെന്നാണ് വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. US-നും സഖ്യകക്ഷികൾക്കും അത് മനസ്സിലാക്കി കൊടുക്കാനാണ് യുക്രൈനിലേക്ക് ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചത്. ലോകരാജ്യങ്ങൾക്കിടയിൽ ആധിപത്യം പുലർത്താനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നതെങ്കിൽ സ്വയം പ്രതിരോധിക്കുക എന്നതാണ് റഷ്യയുടെ ലക്ഷ്യമെന്ന് അഭിമുഖത്തിൽ ലാവ്റോവ് പറയുന്നു. നാറ്റോ വിപുലീകരണത്തിൽ റഷ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായില്ല എന്നും ലാവ്റോവ് കുറ്റപ്പെടുത്തി. ഈ യുദ്ധം ആരംഭിച്ചത് റഷ്യ അല്ല എന്നും നാറ്റോ വിപുലീകരണത്തിൽ വർഷങ്ങളായി അതൃപ്തി പ്രകടമാക്കിയ റഷ്യ മുന്നറിയിപ്പ് നൽകുന്നു. യുക്രൈനിലെ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുകയായിരുന്നു പുടിനെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2022 അവസാനം സമാധാന കരാർ അവതരിപ്പിച്ച സെലൻസ്കി ഈ വർഷം വിക്ടറി പ്ലാൻ അവതരിപ്പിച്ചെന്നും അത് അസംബന്ധമാണ് എന്നും ലാവ്റോവ് തുറന്നടിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.